നമസ്കാരം. ജഡ്ജ്മെൻറ്റ് ഞാൻ വായിച്ചു. ജഡ്ജ്മെൻറ്റ് 2 ദിവസം മുമ്പേ അറിഞ്ഞു. അപ്പോൾ അറിഞ്ഞ പാടെ ചാടിക്കയറി അതിൻ്റെ മറുപടി പറയുന്നതിൽ കാര്യമില്ല. കാരണം ജഡ്ജ്മെൻറ്റ് ഹൈ റിച്ചിന് എതിരായിട്ടാണ് ബഡ്സ് ആക്ട് വന്നത്. അത് നമ്മളറിഞ്ഞു. പെട്ടെന്ന് ഞാൻ എൻ്റെ സ്റ്റാൻഡ് അനുസരിച്ച് ഞാൻ ഷോക്ക്ഡായി. കാരണം തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്ന, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇതല്ലല്ലോ അത്. അപ്പോൾ തീർച്ചയായിട്ടും ഷോക്കുണ്ടാവും. ഷോക്കെന്ന് പറഞ്ഞാൽ ഷോക്കടിച്ച് ബോധം കെട്ട് പോയെന്നല്ല, അങ്ങനെയാണോ വന്നതെന്നുള്ളൊരു അതിശയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് കണ്ടു. എന്തുകൊണ്ട് അങ്ങനെ വന്നു? ശരിയാണ്. ഇപ്പം അത് കഴിയുമ്പം ഞാൻ ഈ നെഗറ്റീവ് ഒന്നും വീഡിയോ ഒന്നും കണ്ടില്ല, ഒന്നും നോക്കിയില്ല. കാരണം എനിക്കറിയാം എന്തായിരിക്കും ഇതിലേക്ക് വരാൻ പോകുന്നതെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഞാനത് നോക്കേണ്ട ആവശ്യമില്ല. നോക്കുന്നത് വീണ്ടും എൻ്റെ ഭാഗത്ത് ഞാൻ എപ്പോഴും നിൽക്കൂ. കാരണം എനിക്കെൻ്റെ ഭാഗമാണ് ശരി. അതുകൊണ്ട് തന്നെ എന്ത് പറയാൻ പോകുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ എനിക്കുണ്ട്. പിന്നെ അത് കാണണ്ടല്ലോ. അങ്ങനെ പിന്നെ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചു. കുറേ എൻ്റെ എല്ലാ വീഡിയോയും കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചു. എന്താ കമൻറ്റ് ബോക്സ് ഓഫാക്കിയത്? ഈ വിധി വന്നപ്പോഴേക്കും നമ്മളെ ഒരു കൊതുക് അടിക്കാൻ വന്നാൽ നമ്മൾ അടിച്ചു കൊല്ലും. 2 3 ഒക്കെ ആണെങ്കിലും അടിച്ചു കൊല്ലും. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അങ്ങനത്തെ കുറേ കൊതുകുകൾ വരും. അപ്പോൾ ഞാനിങ്ങനെ അടിച്ചു കൊല്ലും. അത് എനിക്കൊരു രസമാണ്. എൻ്റെ ചെറിയ കൊതുകുകളൊക്കെ വരുമ്പോൾ അടിച്ചു കൊല്ലുന്ന രസമല്ലേ? അങ്ങനെ കൊന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ സംഭവം, ഈ ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യും? കോർപ്പറേഷൻ്റെ വണ്ടി എൻ്റെ ചുറ്റും വന്ന് നിന്ന പോലെയായി, കോർപ്പറേഷൻ്റെ വണ്ടിയെ. അപ്പോൾ അതിന് മൊത്തം കൊതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ് നൈറ്റ് ഉണക്കണം, അല്ലെങ്കിൽ കൊതുകുതിരി കത്തിക്കണം. അപ്പോൾ കൊതുകുതിരി കത്തിച്ച് വെച്ചതാ. കുറേ കൊതുക് വരുമ്പോൾ സ്വാഭാവികമല്ലേ കൊതുകുതിരി കത്തിച്ച് വെക്കുക, ഗുഡ് നൈറ്റ് ഉണക്കുക. അല്ലാണ്ട് കൊതുകിനെ പേടിയാണെന്നാണ് ഇതിനർത്ഥം. കൊതുകെന്നും രോഗം പരത്തുന്ന ഒരു വൃത്തികെട്ട ജീവിയായിട്ട് അല്ലേ? അതിനങ്ങനെ കാണുന്നുള്ളൂ. അതിപ്പം അതിനുവേണ്ടി വലയിടുന്നത് അത് ഭീകരനായതുകൊണ്ടോ നമ്മളെന്തോ കുറ്റം ചെയ്തുകൊണ്ടോ അല്ലല്ലോ. അത് അങ്ങനെയുള്ള അത്രയും വിസ്തീരിക്കാനൊന്നുമില്ല. പിന്നെ ജഡ്ജ്മെൻറ്റ് ഞാൻ മുഴുവൻ അത്യാവശ്യം പറ്റുന്ന പോലെയൊക്കെ വായിച്ചപ്പം ഈ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും ആയിട്ട് ഞാൻ കണ്ടില്ല. അതായത് കുറേ മുൻധാരണകളുടെ ഒരു വശം ആ ഒരു ജഡ്ജ്മെൻറ്റിൽ കാണുന്നുണ്ട്. കാരണം ഇതിങ്ങനെ ചെയ്യുന്നത്, അതായത് ഇവിടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഈ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ അവർ പറയുന്നത് അവർ അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് പൈസ പേയ്മെൻറ്റ് ചെയ്യുന്നു. അഡ്വാൻസ് പേയ്മെൻ്റ് ആണ്, അത് നിക്ഷേപിക്കുന്നു എന്നാണ് അതിൽ എഴുതുന്നത്. അവിടെ തന്നെ നിക്ഷേപം വരുത്തുന്നുണ്ട് അതിൽ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഒരു മനസ്സിൽ പൈസ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നു എന്നാണ് അവിടെ വരേണ്ടത്. നിക്ഷേപിക്കുന്നു എന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നു. അതിന് ആ പേയ്മെൻറ്റിന് അനുസരണമായിട്ടുള്ള സാധനങ്ങൾ ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ കമ്പനിയുടെ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നും വാങ്ങാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇതിപ്പം അതിന് വേറൊരു തെറ്റ്, ഈ കമ്പനിയുടെ പേര് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്നാണ് പറയുന്നത് എന്ന് പറയുന്ന പോലെ ഉണ്ട്. അതിപ്പോൾ അങ്ങനെ തന്നെയല്ലേ? ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് തന്നെയാണ് പേര് എന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് കൊണ്ട് അത് വേറൊന്നും ആവുന്നില്ലല്ലോ. അപ്പോൾ വേറെന്തോ ആവണമെന്നുള്ള ഒരു പെർസെപ്ഷനിൽ അത് ഈ എതിർഭാഗത്തിൻ്റെ വാദങ്ങളാണ് അവിടെ മെയിനായിട്ട് കാണുന്നത്. പിന്നെ ഇത് മണി ചെയിനാണ്. ഈ അഡ്വാൻസ് കൂപ്പൺ പേയ്മെൻറ്റ് നടത്തുന്നത് നിയമപരമായിട്ട് തെറ്റാണോ? അല്ല. അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്ത് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ഇതുവഴി, കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമത്തിലുള്ള ഒരു സംവിധാനം തന്നെയാണ്. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്നത് തെറ്റല്ല. ഞാൻ അതെന്തിനാണ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന പേയ്മെൻറ്റ് എന്ന സംവിധാനം ഉപയോഗിക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ അതെന്താണ് സാധനം എന്നുള്ള ആ ഒരു കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന സംഭവം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് കമ്പനികൾ ആ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, നിലവിൽ തന്നെ ചെയ്യുന്നുണ്ട്. അത് ഇല്ലീഗലായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ഇപ്പം നമ്മൾ ഒരു സിനിമ കാണാൻ പോകുന്നു, സിനിമയ്ക്ക് നമ്മൾ തിയേറ്ററിൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്നതും അത്തരത്തിലുള്ള കുറേ തരം പേയ്മെൻറ്റുകളെല്ലാം തന്നെയും ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നെയാണ്. ആ സർവീസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് കൊടുക്കുന്ന പേയ്മെൻറ്റ്, ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്ന പേയ്മെൻറ്റിലാണ് അത് പെടുന്നത്. അപ്പോൾ ഇതങ്ങനെ തന്നെയാണ് പെടുന്നത്. ഇത് ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് പെടുന്നത്. അപ്പോൾ അത് നിയമപരമായിട്ട് തെറ്റല്ല. അപ്പോൾ ഇത് കമ്പനി ഹൈറിച്ച് അത് ചെയ്യുന്നത് കൊണ്ട് തെറ്റാവുമോ? ഇല്ല. അപ്പോൾ അവിടെ തെറ്റല്ല. പിന്നെ ഒന്ന് പറയുന്നത്, ഇതിൽ കിട്ടുന്ന പൈസയിൽ നിന്നാണ്, ഇതിൽ ഈ ആളുകൾ കൊടുക്കുന്ന പൈസയിൽ നിന്ന് നല്ലോണം കൊടുക്കുന്നുണ്ട്? കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. കമ്മീഷൻ ഈ കമ്പനി ഇതിൽ ആരും ഇല്ലാത്ത സമയത്തും, അതായത് ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഈ പ്ലാനിൽ തന്നെ
ഒരാളെ ഹൈറിച്ചിലേക്ക് ഒരു കസ്റ്റമർ ആയാൽ, അയാൾ ഒരു പർച്ചേസ് നടത്തിയാൽ, ആ നടത്തുന്ന പർച്ചേസ് ചെയ്യുന്നതിന് അയാളെ റെഫർ ചെയ്ത ആൾക്ക് എത്ര രൂപ ഇൻകം കൊടുക്കണമെന്നുള്ളത് കൃത്യമായിട്ട് കമ്പനി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരം ഇൻകം ലെവലുകളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാതെ പ്രത്യേക പിന്നീട് ഇതേ സംഭവം ഇപ്പോൾ ഞാൻ ഒരാളെ ഹൈറിച്ചിലേക്ക് റെഫർ ചെയ്താൽ എനിക്ക് കുറേ പൈസ കിട്ടുമോ? ഇല്ല. അപ്പോൾ എനിക്ക് ആ ഒരാളെ റെഫർ ചെയ്താൽ എത്ര പൈസ കിട്ടുമോ അത് തന്നെ കിട്ടത്തുള്ളൂ. ഞാൻ 2 ആളെ റെഫർ ചെയ്താലും എനിക്ക് ഒരാളെ റെഫർ ചെയ്ത പൈസ 2 പ്രാവശ്യം കിട്ടും. കാരണം രണ്ടാളെ റെഫർ ചെയ്തു. ഞാൻ 10 ആളെ റെഫർ ചെയ്താൽ എനിക്ക് 10 ആളെ റെഫർ ചെയ്ത പൈസയാണ് കിട്ടുന്നത്. ഞാൻ ഒരാളെ റെഫർ ചെയ്ത ആളാണെങ്കിൽ എനിക്ക് 10 ആളെ റെഫർ ചെയ്ത പൈസ കിട്ടത്തില്ല. അപ്പോൾ ഓരോരുത്തർ ഈ കമ്പനി പറഞ്ഞ് കൊടുത്തു വെച്ചിട്ടുള്ള പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ അത് കൂടുതലായി ചെയ്യുന്നവർക്ക്, അത് ആ പ്ലാൻ അനുസരിച്ച് അതിൻ്റെ ആ വർക്കൗട്ട് കൂടുതലായി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതിനനുസരിച്ച് ആ വരുമാനം കൂടുതൽ പോവും. അത് ഒന്നും ചെയ്യാത്ത ആളാണെങ്കിൽ അയാൾക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ ഇത് കമ്മീഷൻ കുറേ കൊടുക്കുന്നുണ്ടെന്ന് അങ്ങ് പറയുമ്പോഴേക്കും എല്ലാവർക്കും എന്തോ കിട്ടും. ഇപ്പം ഞാൻ ഇതിനകത്ത് ഹൈറിച്ച് ജോയിൻ ചെയ്തു, ഞാൻ ആരെയും റെഫർ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് കമ്പനി പറയുന്നത് അനുസരിച്ച് ഈ സാധനങ്ങൾ വാങ്ങി ഈ റെഡീം കൂപ്പണിലെ പൈസ റെഡീം ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ ഞാൻ ഹൈറിച്ചിലൊരു പാർട്ട്ണറാണ് എന്നുള്ളതിൻ്റെ, അതായത് ഞാൻ ഈ കൺസ്യൂമർ അഡ്വാൻസ് കൂപ്പണിലൂടെ ഒരു കൂപ്പൺ പർച്ചേസ് 10,000 രൂപയുടെ ഒരു കൂപ്പൺ പർച്ചേസ് ചെയ്താൽ പോലും ലക്ഷങ്ങളൊന്നും വേണ്ട, ലക്ഷങ്ങളോ 10 ലക്ഷം 50 ലക്ഷം ഒന്നുമല്ല, ഒരു കൂപ്പൺ 10,000 രൂപയുടെ ഒരു കൂപ്പൺ പർച്ചേസ് നടത്തിയാൽ പോലും ഞാൻ ഈ കമ്പനിയുടെ പാർട്ട്ണറാണ്. അപ്പോൾ പാർട്ട്ണറായ സ്ഥിതിക്ക് ആ പാർട്ട്ണർക്കും എന്ത് കൊടുക്കണം? ഇൻസെൻറ്റീവ് കൊടുക്കണം. ആ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് മറ്റ് പല കമ്പനികളും കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇൻസെൻറ്റീവ്, ഒരു കമ്പനിയുടെ ആൾക്ക് ഇൻസെൻറ്റീവ് കൊടുക്കാൻ പാടില്ലെന്നൊന്നും നിയമമൊന്നുമില്ല. അത് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള പൈസയാണ്. അത് പ്രോഫിറ്റോ അത് കൃത്യമായിട്ട് മാസത്തിൽ ഇത്ര പൈസ കൃത്യമായി കൊടുക്കുമെന്ന് പറയുന്ന ലാഭമെന്നോ പ്രോഫിറ്റ് കൃത്യ തവണകളായി കൊടുക്കുമെന്നോ കമ്പനി എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര രൂപ ലാഭം തരും എന്ന് പറയണം. അത് കമ്പനി എവിടെയും പറഞ്ഞിട്ടില്ല. അത് പിന്നെ കമ്പനി പറയാത്തൊരു കാര്യം, എനിക്ക് ജഡ്ജ്മെൻറ്റിനെ ഇങ്ങനെ ഇത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അതിൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ പോലും അതിനൊന്നും പറയാൻ പാടില്ലെന്നാണല്ലോ നിയമം. അതുകൊണ്ട് അത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ടാണ്. പക്ഷേ ജഡ്ജ്മെൻറ്റിൽ എന്തെങ്കിലും അപാകതകളുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിരിക്കണം. ഇതൊരു ചെറിയ കോടതിയാണ്. ഈ കോടതിയുടെ ഇപ്പം ഈ അപ്പീൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഒരു ജഡ്ജി പറയുന്നത്, ആ ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നത് പക്ക ക്ലിയർ ആണ്, പക്ക പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് നിയമസ്ഥിതിക്ക് ഉറപ്പാണെങ്കിൽ അപ്പീൽ എന്നൊരു ഓപ്ഷൻ്റെ ആവശ്യമുണ്ടോ? എന്തിനാണത് വെച്ചിരിക്കുന്നത്? അപ്പീൽ എന്നുള്ള ഓപ്ഷൻ എന്തിനാണ് വെച്ചിരിക്കുന്നത്? അത് അപ്പീൽ കൊടുക്കാനാണ്. എന്തിനാണ് അപ്പീൽ കൊടുക്കുന്നത്? ഒരു ജഡ്ജ്മെൻറ്റ് വന്നാൽ ആ ജഡ്ജ്മെൻറ്റിൽ അതൃപ്തിയുണ്ട്, ആ ജഡ്ജ്മെൻറ്റ് പെർഫെക്റ്റ് അല്ല, ക്ലിയർ അല്ല, ശരിയല്ലെന്ന് വാദിക്കുന്നവന് അത് ബോധ്യപ്പെടുത്താൻ വീണ്ടുമുള്ള അവസരമാണ് അപ്പീൽ. ഞാനൊരു വീഡിയോ ഇപ്പോൾ കാണിക്കാം. ആത്മാർത്ഥതയോടുകൂടി ഒരു പ്രവർത്തിച്ച കേസായിരുന്നു. കാസർഗോഡ് ചരിത്രത്തിൽ 2009 ശേഷം 6ഓളം ആൾക്കാർ ഈ വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെട്ട പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ ശിക്ഷിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല സംഭവിച്ചത്. അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ ആലോചിച്ച് ആ കൊല്ലപ്പെട്ട റിയാസ് മൗലവിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ഒരാളെന്നല്ല എനിക്ക് പറയുന്നത്. ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും. ഏത് ഭാഗത്താണ് വീഴ്ച സംഭവിച്ചെന്ന് പരിശോധിക്കും. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു വിധിയല്ല പ്രതീക്ഷിച്ചത്. കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ വിധിയാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട കോടതി അവർ കുറ്റക്കാരെ എല്ലാം കണ്ടെത്തിയിട്ടുള്ളത്. ബാക്കി വിശദമായ വിധി ന്യായം വായിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഇതൊരു നിരാശ ഉണ്ടാക്കുന്ന വിധി തന്നെയാണ് ആയിട്ടാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. നിർഭാഗ്യവശാൽ ഇന്നിങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. ആ പ്രോസിക്യൂഷൻ്റെ കൂടെ നടന്ന ഒരാളെന്ന നിലയിൽ കൃത്യമായി സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ കോടതി നമ്മുടെ നിയമം അനുസരിച്ച് ഹാജരാക്കാവുന്ന പരമാവധി തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ, ടവർ ലൊക്കേഷൻ, ഫോൺ അവർ എങ്ങനെ ഉപയോഗിച്ചു, ആരൊക്കെ വിളിച്ചു, അവർ ഉപയോഗിച്ച വാഹനങ്ങൾ, അവർ എവിടെയൊക്കെ സഞ്ചരിച്ചു, ആ കാര്യങ്ങളൊക്കെ വ്യക്തത വരുന്ന രീതിയിലുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഗൂഢാലോചന ഇല്ല എന്നതുകൊണ്ട് മാത്രം കേസിലെ പ്രതികളെ വെറുതെ വേണ്ട കാര്യമില്ല. ഗൂഢാലോചന ഇല്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ നിലപാട്. അവർ 3 പേരും ചേർന്നുണ്ടാക്കിയ ഒരു പ്ലോട്ടാണ് എന്നാണ് പ്രോസിക്യൂഷൻ ആദ്യം മുതൽ എടുത്ത നിലപാട്. അങ്ങനെയായിരുന്നു തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞത്. മറ്റു ഗൂഢാലോചനയൊന്നും അതിൽ അന്നല്ല കേസ് അന്വേഷണ ഘട്ടത്തിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷുക്കൂർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും കുറ്റവിമുക്തരാക്കപ്പെട്ട സാഹചര്യത്തിൽ പ്രതീക്ഷിച്ച വിധിയായില്ല പുറത്തു വന്നത് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. മതത്തിന്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ കൊലപാതകങ്ങൾ നടക്കാൻ പാടില്ല, അതിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവും 15,000 രൂപ പിഴയും സൂറത്ത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാഹുൽ നടത്തിയ മോദി പരാമർശത്തിനെതിരെയാണ് കേസ്. എല്ലാ കള്ളന്മാർക്കും മോദി എന്ന് പേര് വന്നത് എങ്ങനെയെന്നായിരുന്നു പരാമർശം. കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിച്ചു.
2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കർണാടകയിലെ കോലാറിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ് കേസിനാസ്പദം. കള്ളന്മാരുടെ പേരിനൊപ്പം മോദി എന്ന് വരുന്നത് എന്തുകൊണ്ടാണെന്നായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. നീരവ് മൂലക്കാരനാണെന്ന് കണ്ടെത്തിയ സൂറത്തിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷാവിധി കേൾക്കാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കോടതിയിലെത്തിയിരുന്നു. ശിക്ഷാവിധിക്ക് പിന്നാലെ കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചു. 10,000 രൂപ കെട്ടിവെച്ചാണ് രാഹുൽ ജാമ്യമെടുത്തത്. കേസിൽ അപ്പീൽ നൽകാൻ കോടതി രാഹുലിന് 30 ദിവസം സമയം നൽകിയിട്ടുണ്ട്. അതുവരെ തുടർ നടപടികൾ ഉണ്ടാകാൻ പാടില്ലെന്നും കോടതി നിർദ്ദേശം നൽകി. സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് ഇത്രയും വലിയൊരു, അതായത് നേരത്തെ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് കൊലപാതകമോ ബലാത്സംഗമോ പോലുള്ള വലിയ കുറ്റകൃത്യമല്ല, എന്നിട്ടും എന്തിനാണ് പരമാവധി ശിക്ഷ ഈ കേസിൽ നൽകാവുന്ന. ഓക്കെ, ഈ സംഭവം നിങ്ങൾക്കറിയായിരിക്കും. ഇനി ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് 2 വർഷം തടവിന് ശിക്ഷ വിധിച്ച രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി കൊടുത്ത ആ വിധിയെ, ഗുജറാത്തിലെ കോടതി വിധിച്ച വിധിയെ തന്നെ സുപ്രീം കോടതി ചോദ്യം ചെയ്യുന്നുണ്ട്. അവിടെ എന്തിനാണ് ഇവിടെ ഈ ഒരു സംഭവത്തിന്, ഈ ഒരു ചെറിയൊരു പരിപാടിക്ക് 2 വർഷം തടവ്, ഇതിൻ്റെ മാക്സിമം ശിക്ഷ എന്തിനാണത്? എന്താണ് അതിനു മാത്രമുള്ളൊരു കുറ്റം ഇവിടെ കാണുന്നത്? അപ്പോൾ അത് ജഡ്ജിമെൻറ്റിൽ ജഡ്ജി ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല കേട്ടോ. ജഡ്ജിമെൻറ്റിൽ കോർട്ട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. അത് ചോദിക്കുന്നത് മറ്റേ കോർട്ട് ജഡ്ജിയോടാണ് ആ നിയമം. അപ്പോൾ ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്. അതാണ് അതിന് കാരണം. അപ്പോൾ അതുകൊണ്ടാണ് അപ്പീൽ എന്ന ഓപ്ഷൻ. അല്ലാതെ നമുക്ക് താല്പര്യപ്പെട്ട ഒരു സാധനം ഒരു ലോക്കൽ കോടതിയിൽ ജഡ്ജിമെൻറ്റ് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇത് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. അത് പ്രതികൂലമാണെങ്കിൽ അത് പ്രതികൂലമാണ്, അത് മോശമാണ്, അത് ശരിയല്ല, നമുക്ക് അപ്പീൽ പോകണമെന്ന് പറയും. അത് എല്ലായിടത്തും ഉള്ളതാണ്. അത് ഇതിൽ നെഗറ്റീവായിട്ടുള്ള കുറച്ച് പേര് ഇത് കാണുന്നുണ്ടാവുമല്ലോ, അവരോടാണ്. പിന്നെ ഒന്ന്, ഈ കമ്പനി ചെയ്തത് മണി ചെയിൻ ആണെന്ന് പറഞ്ഞതിനോ ഒന്നും ഇതെല്ലാം ആരോപണം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ കോടതിയുടെ ഒരു പ്രിക്വേഷൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇങ്ങനൊരു വിധി വന്നത്. അപ്പോൾ ആ വിധിയിൽ അത് തെറ്റിദ്ധാരണ വെച്ചിട്ടുള്ള വിധിയാണ്. ആ വിധിയിൽ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളുണ്ട് എന്ന് കാണിച്ച് നമുക്ക് അപ്പീലിന് പോകാനുള്ള അവകാശം ഇന്ത്യൻ നിയമം തന്നിട്ടുണ്ട്. ഒന്ന്, കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ബിസിനസ് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അത് നിയമപരമായി തെറ്റല്ല. 2, മൾട്ടി ലെവൽ സിസ്റ്റത്തിൽ കമ്പനി വർക്ക് ചെയ്യുന്ന കമ്പനിയിലുള്ള ആളുകൾക്ക്, മുൾത്തട്ടിലുള്ള ആളുകൾക്ക്, അതായത് വർക്കിന് അനുബന്ധമായി, ബിസിനസ് വരുന്നതിന് അനുബന്ധമായി പേയ്മെൻറ്റ് ക്യാഷ് കൊടുക്കുന്നത് തെറ്റാണോ? തെറ്റല്ല. തെറ്റാണെങ്കിൽ ഒരുപാട് MLM കമ്പനികൾ നിലവിൽ ഇവിടെ ഉണ്ട്. ഇവരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് പൈസ കൊടുക്കുന്നത്. കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ക്യാഷ് കിട്ടും, ചിലർ കോടീശ്വരന്മാരാവുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അത് MLM മൾട്ടി ലെവൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്. ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തികളൊക്കെ രക്ഷപ്പെടും എന്നുള്ളത്. അതും തെറ്റല്ല. പിന്നെന്താ തെറ്റ്? അപ്പോൾ പിന്നെ ഈ ഹൈറിച്ചിൽ ഇപ്പം ഞാൻ കൊടുത്ത 10,000 രൂപ ആ പൈസയിൽ നിന്ന് ഈ മുകളിൽ തട്ടിൽ എന്നെ ജോയിൻ ചെയ്യിപ്പിക്കാൻ എന്നോട് കാര്യം പറഞ്ഞ ആൾക്ക് അതിൻ്റെ കമ്മീഷൻ കൊടുക്കുന്നത്, ഞാൻ കൊടുത്ത പൈസയിൽ നിന്ന് അതെടുത്ത് കൊടുക്കുന്നത് തെറ്റാണോ? ആണോ? എങ്ങനെ? ഞാൻ നിക്ഷേപിച്ചിട്ടില്ലല്ലോ. ഹൈറിച്ചിനെ സംബന്ധിച്ച് ഞാൻ കൊടുത്ത പൈസ നിക്ഷേപമല്ല, അഡ്വാൻസ് പേയ്മെൻ്റ് ആണ്. അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ്, എന്താ പറയുക, അതിന് ഒരു ഉപഭോക്താവ് ഒരു സാധനം വാങ്ങുമ്പോൾ അതിന് കൊടുക്കുന്നതിനാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് പൈസ കൊടുക്കുന്നത്, അതെനിക്ക് തിരിച്ചു തരേണ്ട പൈസയല്ല. എനിക്ക് ആ പൈസ ഈ ഹൈറിച്ച് തരേണ്ട ഒരു കാര്യവും ഇല്ല. കമ്പനി അതെവിടെയും പറയുന്നുമില്ല. ഈ കമ്പനി ഞാൻ കൊടുത്ത 10,000 രൂപയോ ആ 10,000 രൂപയ്ക്കുള്ള മറ്റെന്തെങ്കിലും പ്രതിഫലമോ വരുമാനമായിട്ട് തരാമെന്ന് കമ്പനി പറയുന്നില്ല. കമ്പനി പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ നിങ്ങളൊരു പാർട്ട്ണർ ആവുന്നതിലൂടെ, നിങ്ങൾ കമ്പനിയുടെ പാർട്ട്ണർ ആവുന്നതിലൂടെ പാർട്ട്ണർ പ്രൊമോഷൻ നടത്താൻ വേണ്ടി ഇൻസെൻറ്റീവ് തരുമെന്ന് പറയുന്നുണ്ട്. അത് ഈ ഞാൻ കൊടുത്ത 10,000 രൂപയുടെ പർച്ചേസ് നടത്തിയത് കൊണ്ട് ആ 10,000 രൂപയെ എടുത്ത് ആ 10,000 രൂപ എന്ന സാധനം പെരുപ്പിച്ച് തരാമെന്നല്ല അത് പറയുന്നത്. ഞാൻ ആ 10,000 രൂപയ്ക്ക് കൺസ്യൂമർ അഡ്വാൻസ് കൂപ്പൺ വഴി പർച്ചേസ് ചെയ്യാനുള്ള അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തതിലൂടെ ഞാൻ ഈ കമ്പനിയുടെ പാർട്ട്ണർക്ക് കൊടുക്കുന്ന വരുമാനമാണ് ഈ ഇൻസെൻറ്റീവ്. മറ്റ് ഒരുപാട് MLM കമ്പനികളുണ്ട്. നമ്മുടെ കമ്പനി ഹൈറിച്ച് കമ്പനി ഈ ചെയ്യുന്നതൊക്കെ മണി ചെയിൻ ആണെന്ന് പറയുകയാണെങ്കിൽ, ഈ ഹൈറിച്ച് കമ്പനി ഇത് ആദ്യം പൈസ ആയിട്ട് മാത്രം അഡ്വാൻസ് പേയ്മെൻറ്റ് എന്നുള്ള മുഖേന നമ്മുടെ ഹൈറിച്ച് എന്ന കമ്പനിയുടെയും മറ്റ് ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന, ലീഗലായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും കുറേ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ മൾട്ടി ലെവൽ സിസ്റ്റം കമ്പനികളുടെയും അതേ രീതിയിൽ തന്നെയാണ് ഹൈറിച്ചും ഇൻകം കൊടുക്കുന്നത്. നല്ലോണം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഇൻകം കൊടുക്കും, ഒന്നും ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കില്ല. എന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാവുന്നുമില്ല. മറ്റ് കമ്പനികളിൽ നഷ്ടം ഉണ്ടാവും, കാരണം അവിടെ ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട്, അതൊക്കെ മണി ചെയിൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഏത് 200 രൂപയുടെ 300 രൂപയുടെ ഒരു സോപ്പ്
ഒരു സോപ്പിൻ്റെ വില 200 രൂപ, ഒരു ഷാമ്പൂവിൻ്റെ വില 500 രൂപ, ഒരു ടീഷർട്ടിൻ്റെ വില 1000-2000 രൂപ. ആ വിലക്കുള്ളതേ ഉള്ളൂ. പിന്നെ ചിലത് കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ചില വളരെ ചെറിയ പൈസയുടെ ചില ലോക്കൽ സാധനങ്ങളും ഉണ്ടാവും കണ്ണിപ്പൊടിയുടെ. അങ്ങനെ ഒരു സാധനത്തിന് അതിൻ്റേതായ വാല്യൂടെ അല്ലാതെ നല്ല രീതിയിൽ വില കൂട്ടി മാർജിൻ കൂട്ടി ആ മാർജിനെ മണി ചെയിനിലേക്ക് ഉൾപ്പെടുത്തി പ്രൊഡക്റ്റിൻ്റെ മറവിൽ നടത്തുന്ന മണി ചെയിൻ ഇവിടെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. യഥാർത്ഥ മണി ചെയിൻ ഇവിടെ ഹൈറിച്ച് ചെയ്യുന്നത് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നു കൂട്ടുന്നു. അതിനകത്ത് പിന്നീട് ഹൈറിച്ചിൽ നിന്ന് വാങ്ങാവുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം സാധാരണ വിലയ്ക്ക് ലോക്കൽ കടകളിലെല്ലാം കിട്ടുന്ന സാധനങ്ങൾ തന്നെ അതിലും വില കുറച്ചാണ് കമ്പനിയിൽ കൊടുക്കുന്നത്. അത് ചെറിയ പോയിൻറ്റിൻ്റെ വില വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ, പക്ഷേ എന്നാൽ പോലും ഉണ്ട്, വില കുറവുണ്ട്, വില കുറവാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി, ആ കമ്പനിയുടെ വളർച്ച ഇത് ഒരു പൂർണ്ണ ആമസോൺ പോലെയോ ഫ്ലിപ്കാർട്ട് പോലെയോ ഇപ്പോഴത്തെ ആമസോണിൻ്റെ സ്ഥിതി പോലെയോ ഫ്ലിപ്കാർട്ടിൻ്റെ സ്ഥിതി പോലെയോ ഉള്ള ഒരു നിലയിൽ നിൽക്കുന്ന ഒരു കമ്പനിയല്ല. ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളത് തുടങ്ങിയിട്ട് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത്തരം കമ്പനികളെ പോലെ ആവുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് കടന്നു വരുന്ന പാർട്ട്ണർമാർ, അതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന, അതിലേക്ക് കസ്റ്റമേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന, കസ്റ്റമറെ റെഫർ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഇൻകം കൊടുക്കുന്നതൊക്കെ അതിനെ അട്രാക്ട് ചെയ്യാൻ തന്നെയാണ്. അങ്ങനെ അട്രാക്ട് ചെയ്യുന്നത്, അവരെ ഇൻകം കൊടുത്ത് അട്രാക്ട് ചെയ്യുന്നത് തെറ്റാണെന്ന് ഇങ്ങനെ പറയാൻ പറ്റുക? ഐ ഡോണ്ട് നോ. അപ്പം ഇതൊന്നും തെറ്റല്ല. അപ്പം ഇത് തെറ്റാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഈ വിധിയിൽ ഞാൻ കാണുന്നുണ്ട്. ആ ധാരണയ്ക്കെതിരെ, ആ ധാരണ മാറ്റാൻ വേണ്ടിയായിരിക്കണം ഇനി നമ്മൾ ഹൈറിച്ച് അപ്പീലിന് പോവുക. അത് ശ്രമം നമ്മൾ ഇവിടെ ചെയ്യുന്ന തെറ്റെന്താണെന്നുള്ളതിന് കൃത്യമായ തെളിവൊന്നും അവിടെ ഇല്ല. ഈ എതിർഭാഗം പറയുന്ന ആരോപണങ്ങളെ ശരിവെക്കുന്ന ഒരു ജഡ്ജ്മെൻ്റാണത്. അത് ശരിയാവാൻ ഇപ്പം നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയില്ല, നമ്മൾ തെറ്റല്ല ചെയ്യുന്നത്. നമ്മളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയായ കാര്യമാണ്, എതിർഭാഗം ചിന്തിക്കുമ്പോൾ അത് തെറ്റായ കാര്യമാണ്. ഇത് തെറ്റായ കാര്യമാവണമെങ്കിൽ ഇതിലെന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം. നിയമവിരുദ്ധമായ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെന്ന് തെളിവ് സഹിതം ഹാജരാക്കിയിട്ടില്ല, തെളിവില്ല. അപ്പോൾ ഇത് എതിർഭാഗത്തിൻ്റെ ആ ധാരണകളെ, അവർ ഈ കമ്പനിയെ കാണുന്ന രീതിയെ ശരിവെക്കുന്നു. ഇപ്പോൾ ഞാൻ വില കൂട്ടി 200-300 രൂപയ്ക്ക് ഒരു സോപ്പും 100-150 രൂപയ്ക്ക് ഒരു പേസ്റ്റ്, 500 രൂപയ്ക്ക് ഒരു ഷാമ്പൂ, 1500 രൂപയ്ക്ക് ടീഷർട്ട് ഒക്കെ വിൽക്കുന്ന കമ്പനികളെ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ അത് മണി ചെയിനാണ്. അങ്ങനെ എനിക്കത് കാഴ്ചപ്പാട് ശരിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനത് പോയിട്ട് നിയമപരമായിട്ട് ഞാൻ പറയുകയാണ്, ഇവർ ചെയ്യുന്ന വില കൂട്ടി വിൽക്കുന്നത്, ഈ കൂട്ടിയിടുന്ന വിലയിൽ ബാക്കി പൈസ മുഴുവനും മണി ചെയിനാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സമ്മതിക്കാൻ പറ്റില്ലല്ലേ? അപ്പോൾ അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ, അത് സമ്മതിക്കാം. അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഈ മൾട്ടി ലെവൽ കമ്പനികളെല്ലാം ചെയ്യുന്നത് മണി ചെയിനാണ്. അവിടെ മണി ചെയിൻ ചെയ്യാത്ത ഒറ്റ കമ്പനി ഇപ്പോൾ ഹൈറിച്ച് ഉണ്ടാകത്തുള്ളൂ. കാരണം ഹൈറിച്ച് വരുമാനം കൊടുക്കുന്നത് ഈ സാധനങ്ങൾക്ക് വില കൂട്ടി വിറ്റിട്ടല്ല. നിത്യോപയോഗ സാധനങ്ങൾ, ആളുകളെല്ലാം വാങ്ങുന്ന സാധനങ്ങൾ നിലവിലെ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ഒരല്പം വില കുറവിൽ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതങ്ങനെയാണ്. പിന്നെ ഈ കമ്പനി പലചരക്ക് വിൽപ്പനയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു കട പോലും ഇല്ലാത്തൊരു കമ്പനി, ഒരു കട പോലും ഇല്ലാണ്ട് തുടങ്ങിയ കമ്പനി ഇന്ന് 100-300 മേളിൽ ഫ്രാഞ്ചൈസീസ് ഉണ്ട്. ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ ഇപ്പം ആരാൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് എൻ്റെ വീടെന്ന് പറഞ്ഞുള്ള ബോർഡ് വെക്കാൻ എനിക്ക് പറ്റുമോ? എൻ്റെ തറവാട്ട് പേര് കൊണ്ടുപോയിട്ട് എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ ഇവിടെ ഭിത്തിയെ കൊണ്ട് ഒട്ടിച്ച് വെക്കാൻ പറ്റുമോ? ഇല്ല. അതിന് അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. അല്ല, ഞാനുമായിട്ട് അവർക്കുള്ള ബന്ധം എൻ്റെ വീട്ടുപേര് ആയിരിക്കണം അവരുടേത്. അപ്പോൾ ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോർഡ് അവിടെ വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ഏജൻസിയാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏജൻസി, ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു ഏജൻസി ആയിട്ട് ഹൈറിച്ചിൻ്റെ കൂടെ വരണമെങ്കിൽ അതിൻ്റേതായ പ്രൊസീജിയറെല്ലാം നടക്കണം. അത്രയും കമ്പനി, ഇത്രയും 10 കേരളത്തിലൊന്നും അല്ല ഏറ്റവും കൂടുതൽ ഈ ഹൈറിച്ചിൻ്റെ ഓൺലൈൻ ഷോപ്പുകളുള്ളത്, ബീഹാറിലോ മറ്റേതോ സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ ഇത് ഇന്ത്യയിൽ മുഴുവനുമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഒരുപാട് സംസ്ഥാനങ്ങളിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഓൺലൈൻ ഷോപ്പുകൾ അതിന് അനുസൃതമായി വളർന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ സെറ്റായിക്കൊണ്ടിരിക്കുന്ന ഹൈറിച്ചിൻ്റെ വെബ്സൈറ്റ് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റും അതിൻ്റെ സിസ്റ്റമൊക്കെ ഉണ്ടാക്കണമെങ്കിലും കാശ് കൊടുക്കണം. ഈ ഓരോ ഗ്രോസറി ഷോപ്പുകൾ നമ്മുടെ കമ്പനിയിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ പുറകെ കാര്യങ്ങൾ നടക്കണം. അങ്ങനെ എല്ലാ മേഖലകളിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഈ ആമസോൺ പോലെ 1990 തുടങ്ങിയ ഒരു കമ്പനിയുമല്ല. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്, അത് വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പേ ഇതൊന്നും വലിയ കാര്യമായിട്ട് വൻ ബിസിനസ് നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റുമോ? പ്രദർശിപ്പിച്ച് അടിപൊളി സിനിമയല്ലെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ പൊളി പൊട്ടപ്പടമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ സിനിമ ആദ്യം റിലീസാവട്ടെ, ആദ്യം ആ സിനിമ തിയേറ്ററിൽ ഓടട്ടെ. ഈ കമ്പനി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രൊമോഷനാണ്. അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആ പ്രൊമോഷൻ നടത്തുന്ന ആളുകൾക്ക് അതിൻ്റേതായ വരുമാനം കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് കമ്പനി വലുതാവുന്നുമുണ്ട്. അപ്പം ഇതെല്ലാം കോടതിയെ ബോധിപ്പിക്കേണ്ടതാണ്. ഇനി അപ്പീൽ കൊടുക്കുമ്പോൾ ഇനി അത് ആ രീതിയിലായിരിക്കും ബോധിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കാം.
ഇതുകൊണ്ട് ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. 2, ഈ കമ്പനിയുടെ പ്രവർത്തനം കൊണ്ട് നിത്യോപയോഗ സാധാരണ സാധനങ്ങൾ വാങ്ങുന്ന ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യാനും അല്ലാതെ ഗ്രോസറി സാധനങ്ങൾ നമുക്ക് സാധനം കടയിൽ പോയി വാങ്ങാനും ഒരല്പം വിലക്കുറവിൽ വാങ്ങാനുള്ളൊരു അവസരം, അതിലൂടെ ആ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം, അത്തരം സാധനങ്ങൾ നമ്മൾ സാധാരണക്കാർ വാങ്ങിക്കുന്ന നോർമലായിട്ടുള്ള എല്ലാ ആളുകളും മേടിക്കുന്ന സാധനങ്ങൾ തന്നെ ഒരുപാട് ഇടനിലക്കാർ വഴിയാണ് ആ സാധനങ്ങളും കടയിലെത്തുന്നത്. അപ്പോൾ ആ ഇടനിലക്കാർ പരമാവധി കുറച്ചുകൊണ്ട് അതുപോലും ആ സാധനങ്ങളാണെങ്കിലും ഇലക്ട്രോണിക്സ് വസ്തുക്കളായാലും നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാത്തരം സാധനങ്ങളും ഒരല്പം വിലക്കുറവിൽ നമുക്ക് കിട്ടാനും അങ്ങനെയുള്ളൊരു സംഭവം കിട്ടുന്ന ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ അതിലൂടെ വരുമാനം ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സംരംഭത്തെ ഇങ്ങനെയൊക്കെ വളർത്താൻ പറ്റൂ. അങ്ങനെ വളരുന്നതിലൂടെ ആർക്കും അതൊരു ദോഷം ചെയ്തിട്ടുമില്ല. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂടെ നിൽക്കാതെ വെറുതെ അതിനിങ്ങനെ പ്രാന്ത് പിടിച്ച പോലെ കിടന്ന് എന്തിനോ വേണ്ടിയെന്ന് പോലും അറിയാതെ ആരോ പറയുന്നത് ഇവർ പറ്റിക്കുന്നു, ആരാ പറ്റിച്ചെന്നോ പറ്റിച്ചവരാരും കാണുന്നില്ല, പറ്റിച്ചവരുമില്ല. എല്ലാവരും തന്നെ ഇതിൽ ലീഡർമാർ എന്ന് പറയുന്നവരൊന്നും വലിയ ഭയങ്കര പൈസക്കാരോ ഒന്നുമല്ല. കുറേ സാധാരണക്കാർ ഈ കമ്പനിയെ ഇതുപോലെ ഒരാൾ, അതിപ്പോൾ സാധാരണക്കാരായ ആളായിരിക്കും, ഒരാൾ അവരോട് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട്, ഈ കമ്പനി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, അപ്പോൾ അതിനകത്തേക്ക് ഇങ്ങനെ ആളുകളെ പ്രൊമോട്ട് ചെയ്താൽ വരുമാനം കിട്ടുമെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരത് കേട്ട് അതിനനുസരിച്ച് അവർക്ക് ചിലപ്പോൾ അവർക്കില്ലാത്ത കാശ് മുടക്കിയിട്ടായിരിക്കും, ചിലപ്പം എവിടെയെങ്കിലും കടം മേടിച്ചിട്ടൊക്കെ ആയിരിക്കും അതിലേക്ക് ജോയിൻ ചെയ്ത് അതിൻ്റെ ആ പ്രവർത്തനം തുടങ്ങി. ആ പ്രവർത്തനങ്ങളിൽ ഒരാളേക്കാൾ കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് അയാൾക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നു. അങ്ങനെ കൂടുതൽ വരുമാനം കിട്ടിയിട്ടാണ് കൂടുതൽ പൈസ ആൾക്കാർ ഉണ്ടാക്കുന്നവരുണ്ടായത്. അത് എല്ലാ മേഖലകളിലും ഉള്ള സംഭവം തന്നെയാണ്, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ പ്രത്യേകിച്ച്. അപ്പോൾ അവരൊക്കെ എന്തോ തെറ്റ് ചെയ്യുന്നവരാണെന്നൊന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അവരവരുടെ പണി നന്നായിട്ട് എടുക്കുന്നുണ്ട്, അവർക്ക് കാശ് കിട്ടുന്നു എന്നുള്ളതാണ്. അതിന് പണിയെടുക്കാൻ മൈൻഡ് ഉണ്ടാണ്, അല്ലാണ്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടേ. ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കെങ്കിലും വേണം. സ്വയം ഒന്നും ചെയ്യൂല, മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യുന്നതിന് അതിനിങ്ങനെ കാണാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ സംസാരിക്കാൻ. അപ്പോൾ ശരി, ബൈ.